ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു എക്സ്പ്ലെയിനറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കിടിലൻ ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. പൂർണ്ണമായും സൗജന്യമായ AI ടൂളുകൾ ഉപയോഗിച്ച് മികച്ച രീതിയിൽ പാസീവ് ഇൻകം നേടിത്തരുന്ന ഒരു ഓട്ടോമേറ്റഡ് എഡ്യൂക്കേഷൻ ചാനൽ എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്നാണ് നമ്മളിന്ന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ടെക്നിക്കൽ അറിവുകളൊന്നും ഇല്ലാതെ തന്നെ ആർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണത്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. 5 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മളിന്ന് കവർ ചെയ്യുന്നത്. വിജയകരമായ ഒരു എഡ്യൂക്കേഷൻ ചാനലിന്റെ പ്രവർത്തന രീതി, AI ഉപയോഗിച്ച് എങ്ങനെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാം, വീഡിയോകൾ നിർമ്മിക്കുന്ന 2 രീതികൾ, ക്യാൻവ വെച്ചുള്ള എഡിറ്റിംഗ്, പിന്നെ ഒടുവിൽ തംബ്നെയിലും ഇതിൽ നിന്നുള്ള വരുമാനവും. തുടങ്ങാമല്ലേ? അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സെക്ഷൻ, വിജയകരമായ ഒരു എഡ്യൂക്കേഷൻ ചാനൽ. പ്രതിമാസം $5000. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് ഏകദേശം 4 ലക്ഷത്തിലധികം രൂപ. ലേൺ ഇംഗ്ലീഷ് വിത്ത് ഫൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനല് വെറും സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് വാചകങ്ങൾ AI വീഡിയോകളിലൂടെ പഠിപ്പിച്ച് ഉണ്ടാക്കുന്ന തുകയാണിത്. യൂറോപ്പിലെയും ഏഷ്യയിലെയും ആളുകൾക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ വാചകങ്ങളാണ് ഇവർ കൊടുക്കുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: പുതിയ ഭാഷകൾ പഠിപ്പിക്കുന്ന ഈ കണ്ടന്റുകൾക്ക് ലോകമെമ്പാടും അമ്മാതിരി ഡിമാൻഡാണുള്ളത്. ഇനി ഈ ഒരു കണക്ക് കൂടി കേൾക്കുക. വെറും 4 മാസത്തിനുള്ളിൽ ഇവരുടെ ഒരു വീഡിയോയ്ക്ക് ലഭിച്ചത് 1.3 മില്യൺ വ്യൂസാണ്. അതെ, 13 ലക്ഷം കാഴ്ചക്കാർ. ആളുകൾക്ക് ദൈനംദിന ജീവിതത്തിൽ എളുപ്പത്തിൽ പ്രയോഗിക്കാൻ പറ്റിയ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായി ഇതിലേക്ക് ആകർഷിക്കപ്പെടും എന്നതാണ് സത്യം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം കാഴ്ചക്കാരുടെ ഈയൊരു റെസ്പോൺസാണ്. ഈ വീഡിയോ ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നു എന്നാണ് ഒരു വ്യൂവർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, കണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്നത് പൂർണ്ണമായും AI ആണെങ്കിൽ കൂടി അത് കാണുന്നവർക്ക് യഥാർത്ഥത്തിൽ വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിന് അതൊരു പ്രശ്നമേയല്ല. AI ഉപയോഗിച്ചാൽ മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നൊക്കെയുള്ള പേടി അസ്ഥാനത്താണ് എന്ന് ഇത് തെളിയിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. AI ഉപയോഗിച്ച് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന രീതി. ഇതിനായി നിങ്ങൾക്ക് ക്ലോഡ്, ജെമിനി അല്ലെങ്കിൽ ചാറ്റ് GPT പോലെയുള്ള ഏത് ടൂളും ധൈര്യമായി ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റുകൾ വളരെ കൃത്യമായിരിക്കണം. അതായത് ഒരു 10 കിടിലൻ ടൈറ്റിൽ ഐഡിയകൾ, കഥാപാത്രത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരണം, ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ്സ്, പിന്നെ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളും ആക്ഷനും, ഇതെല്ലാം ഉൾപ്പെടുത്തി വേണം ഒരു പെർഫെക്റ്റ് പ്രോംപ്റ്റ് തയ്യാറാക്കാൻ. എന്നാലേ റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ വരൂ. അടുത്തത് മൂന്നാമത്തെ ഭാഗം, നമ്മൾ എങ്ങനെ വീഡിയോകൾ നിർമ്മിക്കും. പ്രധാനമായും 2 രീതികളാണ് ഇതിനുള്ളത്. ഫ്ലോ AI പോലെയുള്ള ടൂളുകൾ നമുക്കിതിനായി യൂസ് ചെയ്യാം. തികച്ചും ഫ്രീ ആയിട്ട് തന്നെ ഒന്നിലധികം അക്കൗണ്ടുകൾ ഉണ്ടാക്കി നിങ്ങൾക്കിതിൽ പരീക്ഷണങ്ങൾ നടത്താവുന്നതാണ് കേട്ടോ. ഇവിടെ 2 മെത്തേഡുകളുണ്ട്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കിയ പ്രോംപ്റ്റ് മുഴുവനായി കൊടുത്ത് നേരിട്ട് ടെക്സ്റ്റിൽ നിന്ന് വീഡിയോ ആക്കിയെടുക്കാം. ഇനി രണ്ടാമത്തെ മെത്തേഡ്, ആദ്യം ഒരു ചിത്രം ജനറേറ്റ് ചെയ്ത് അതിൽ നിന്നും മികച്ചത് തിരഞ്ഞെടുത്ത് ആനിമേറ്റ് ചെയ്ത് വീഡിയോ ആക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ രണ്ടാമത്തെ രീതി തന്നെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ആദ്യത്തെ രീതിയായ ടെക്സ്റ്റിൽ നിന്ന് നേരിട്ട് വീഡിയോ നിർമ്മിക്കാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഫ്ലോ AIയിൽ ചില സെറ്റിംഗ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീഡിയോ മോഡ് സെലക്ട് ചെയ്തിട്ട് ആസ്പെക്ട് റേഷ്യോ 9:16 എന്ന് കൊടുക്കുക. എന്നിട്ട് മോഡൽ VO 3.1 ഫാസ്റ്റ് എന്ന് സെലക്ട് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ ഔട്ട്പുട്ട് കിട്ടും. അതല്ല, രണ്ടാമത്തെ മെത്തേഡാണ് വേണ്ടതെങ്കിലോ, അതായത് ഇമേജിൽ നിന്ന് വീഡിയോ ആക്കാനാണ് താൽപ്പര്യമെങ്കിൽ പിക്ചർ ഫ്രെയിം 16:9 ആയി സെറ്റ് ചെയ്യുക. മോഡൽ നാനോ ബനാന പ്രോ തിരഞ്ഞെടുക്കുക. ഔട്ട്പുട്ട് 2 ടൈംസ് എന്ന് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2 ചിത്രങ്ങൾ കിട്ടും. അതിൽ നിന്നും ഏറ്റവും പെർഫെക്റ്റ് ആയത് നമുക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷം മാത്രം ആ കഥാപാത്രത്തിന് അനുയോജ്യമായ ആക്ഷനും ഡയലോഗും കൊടുത്താൽ മതി. നാലാമത്തെ സെക്ഷൻ, ക്യാൻവ ഉപയോഗിച്ചുള്ള എഡിറ്റിംഗ്. തികച്ചും ഫ്രീ ആയിട്ട് ക്യാൻവ വെച്ച് നമുക്കിതിനെ പ്രൊഫഷണൽ ലെവലിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റെപ്പുകൾ വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ 1920x1080 സൈസിൽ ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു സമചതുരം ആഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിനെ ഏറ്റവും ബാക്ക് ലെയറിലേക്ക് പുഷ് ചെയ്യുക. ഇനി ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടുമായി നമ്മുടെ സമചതുരത്തിൻ്റെ നിറമൊന്ന് മാച്ച് ചെയ്യിക്കണം. ഫൈനലി അവിടെ ഒരു ടെക്സ്റ്റ് ടെംപ്ലേറ്റും സബ്ടൈറ്റിലുകളും ചേർക്കുക. വളരെ എളുപ്പമല്ലേ? നിങ്ങളുടെ ഈ ഫൈനൽ ഔട്ട്പുട്ടിനെ ഒന്നുകൂടി ഉഷാറാക്കാൻ സഹായിക്കുന്ന ചില പ്രോ ടിപ്പുകൾ ഞാൻ പറയാം. എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ AI ക്യാരക്ടർ എപ്പോഴും സ്ക്രീനിൽ വ്യക്തമായി കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ടെക്സ്റ്റ് ബോക്സ് ബാക്ക്ഗ്രൗണ്ടുമായി നന്നായി ബ്ലെൻഡ് ചെയ്യാൻ കളർ പിക്കർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സബ്ടൈറ്റിലുകൾക്ക് ചെറിയ ആനിമേഷനുകൾ കൂടെ കൊടുത്താൽ സംഗതി കളറാകും. അടുത്ത ഡയലോഗുകൾ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാൻ ഒരേ പേജ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സമയം ഒരുപാട് ലാഭിക്കും. ഇതെല്ലാം കഴിഞ്ഞാൽ MP4 1080 ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാം. ഇനി നമ്മൾ ഈ എക്സ്പ്ലെയിനറിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. തംബ്നെയിലും അതുപോലെ തന്നെ വരുമാനവും. ആളുകളെ ആകർഷിക്കുന്ന തംബ്നെയിലുകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ളൊരു ട്രിക്കുണ്ട്.
സക്സസ് ആയ ഏതെങ്കിലും ഒരു ചാനലിന്റെ തംബ്നെയിലിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ChatGPTക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേ ശൈലിയിൽ എന്റെ ഡെയിലി റുട്ടീൻ ടൈറ്റിലിനായി ഒരു തംബ്നെയിൽ നിർമ്മിച്ചു നൽകുക, ടെക്സ്റ്റും ക്യാരക്ടറുകളും ഇതിൽ തന്നെ ഉൾപ്പെടുത്തുക എന്നൊരു പ്രോംപ്റ്റ് കൊടുത്തു നോക്കൂ. 16:9 റേഷ്യോയിൽ സെറ്റ് ചെയ്താൽ നിങ്ങൾ പോലും നെട്ടുന്ന രീതിയിലുള്ളൊരു കിടിലൻ തംബ്നെയിൽ ChatGPT സെറ്റാക്കി തരും. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങളുടെ ഈ കണ്ടന്റുകൾ യൂട്യൂബിൽ മാത്രം ഒതുക്കി നിർത്തരുത് കേട്ടോ. ബാക്കിയുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒരേ സമയം ഇത് പോസ്റ്റ് ചെയ്യണം. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് വൈറലാകാനുള്ള സാധ്യതകൾ പല മടങ്ങ് വർദ്ധിക്കുകയാണ്. ചാനലൊന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്വന്തമായി ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ വിൽക്കാനും വേറെയും ഒരുപാട് വഴികളിലൂടെയുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാനും ഇത് വലിയൊരു അവസരമാണ് തുറന്നിടുന്നത്. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം? യഥാർത്ഥത്തിൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന എഡ്യൂക്കേഷണൽ വാല്യൂവും ഒപ്പം AI ഓട്ടോമേഷനും ഒരുമിച്ച് ചേർത്ത് നിങ്ങളുടേതായ ഒരു ഡിജിറ്റൽ അസറ്റ് നിർമ്മിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ ടൂളുകളും വർക്ക് ഫ്ലോയും കൃത്യമായി ഉപയോഗിച്ചാൽ ആർക്കും ഒരു മികച്ച പാസീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ ഉറപ്പായും സാധിക്കും. ഇത് വെറുതെ കേട്ടുപോകാതെ സ്വന്തം ഐഡിയകൾ വെച്ചൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു ഉൾക്കാഴ്ച നൽകിയെന്ന് വിശ്വസിക്കുന്നു. JCF പ്രസൻസ് ദിസ് വീഡിയോ.